നമസ്കാരം. ഇൻസൈഡിലേക്ക് സ്വാഗതം. മരിച്ചത് IB ഉദ്യോഗസ്ഥൻ. അതിന് പിന്നിൽ ആരോപണ വിധേയനായി നിൽക്കുന്നതും IB ഉദ്യോഗസ്ഥൻ. ഇതിനിടയിൽ പോലീസും വലയുകയാണ്. പ്രണയ നൈരാശ്യത്തിന്റെ പേരിൽ ഒരു പെൺകുട്ടി ആത്മഹത്യ ചെയ്തു എന്നായിരുന്നു ആദ്യമൊക്കെ വന്ന നിഗമനങ്ങളും റിപ്പോർട്ടുകളും. ഇന്നത്തെ കാലത്താണെങ്കിൽ നിരവധി പെൺകുട്ടികളുടെയും ആൺകുട്ടികളുടെയും ജീവനെടുക്കാൻ ഇവിടെ പ്രണയം ഒരു കാരണമാകുന്നുണ്ട്. പ്രണയത്തിൽ നിന്ന് ഒരാൾ പിന്മാറിയാൽ ആത്മഹത്യ ചെയ്യുന്നു, മറ്റേ പങ്കാളിയെ കൊല്ലുന്നു, പ്രണയത്തിൽ നിന്നും ഒഴിവാക്കാൻ കൊല ചെയ്യുന്നു എന്നിങ്ങനെ ഇന്ന് ഇത്തരം കേസുകൾ അസാധാരണമല്ല. ഇതിപ്പോൾ വിവാഹം കഴിഞ്ഞു നടക്കുന്നുണ്ട്. ഇതെല്ലാം ഒരിക്കലും കുട്ടികളല്ല, അവർക്ക് ബുദ്ധിയും പക്വതയില്ല എന്ന് പറഞ്ഞ് തള്ളിക്കളയാൻ സാധിക്കില്ല. മുതിർന്നവരും ഇത്തരത്തിൽ കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുന്നുണ്ട് എന്നുള്ളതാണ്. ഇവിടെ ഇപ്പോൾ തിരുവനന്തപുരത്തെ IB ഉദ്യോഗസ്ഥയുടെ ആത്മഹത്യയിൽ ആ പെൺകുട്ടിയുടെ വീട്ടുകാർ പോലും ഞെട്ടുകയാണ്. മകൾ തങ്ങളെ വഞ്ചിച്ച് ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങൾ, അതിൽ ഏറ്റവും നടുക്കം അവർക്കുണ്ടാക്കിയത് അത്രയേറെ സ്നേഹിച്ചും ഒരു കുറവും വരുത്താതെ വളർത്തി വലുതാക്കിയ മകൾ, 24 വയസ്സുള്ള മകൾ ഗർഭിണിയായിരുന്നതും അബോർഷൻ നടത്തിയിരുന്നതും എന്നുള്ള സത്യമാണ്. ഒരു രക്ഷിതാവിനും അത് താങ്ങാൻ സാധിക്കില്ല എന്നുള്ളത് ഉറപ്പാണ്. അവർക്ക് അവരുടെ മകളെയോ നഷ്ടപ്പെട്ടു. ഇനി അവളെ അതിലേക്ക് നയിച്ച കാരണം എന്താണെന്ന് തെളിയിക്കാനായിട്ട് പോരാടുകയാണ് ഒരച്ഛൻ. പക്ഷെ ആ അബോർഷന് പിന്നിലും IB ബുദ്ധി തന്നെയാണ്. തിരുവനന്തപുരത്ത് ആത്മഹത്യ ചെയ്ത IB ഉദ്യോഗസ്ഥയെ സുഹൃത്ത് സുഗാന്ത് അബോർഷനായി ആശുപത്രിയിൽ എത്തിച്ചതും വ്യാജരേഖകൾ തയ്യാറാക്കിയെന്ന് സ്ഥിരീകരണം. ഇതിലെല്ലാം സുഗാന്തിനെ മാത്രം കുറ്റപ്പെടുത്താനായിട്ട് സാധിക്കുമോ എന്ന് ചോദിച്ചാൽ ഇല്ല. പെൺകുട്ടിക്കും തുല്യ പങ്ക് തന്നെയുണ്ട്. കാരണം അവർ കൂടി അറിഞ്ഞല്ലേ എല്ലാം ചെയ്തിരിക്കുന്നത്. പക്ഷെ ഇവിടെ പെൺകുട്ടിയുടെ ജീവൻ നഷ്ടമായി എന്നുള്ളതാണ്. ഇവിടെ അബോർഷന് പിന്നാലെ പ്രണയബന്ധത്തിൽ നിന്ന് സുഗാന്ത് പിന്മാറുകയും ചെയ്തു. വിവാഹത്തിന് താല്പര്യമില്ലെന്ന് വ്യക്തമാക്കുന്ന സന്ദേശം പെൺകുട്ടിയുടെ അമ്മയ്ക്കാണ് സുഗാന്ത് അയച്ചതെന്നും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. ഇതോടെ കാര്യം കഴിഞ്ഞപ്പോൾ സുഗാന്ത് കൈയൊഴുകിയായിരുന്നുവെന്ന് വ്യക്തമായി. ഹൈക്കോടതിയിലെ മുൻകൂർ ജാമ്യ ഹർജിയിൽ സുഗാന്ത് വിശദീകരിച്ചതെല്ലാം കളവാണെന്ന സൂചനകളാണ് ഇതിൽ നിന്നും ലഭിക്കുന്നത്. അന്വേഷണത്തിൽ കണ്ടെത്തിയ കാര്യങ്ങൾ സുഗാന്തിന്റെ മുൻകൂർ ജാമ്യത്തെ എതിർക്കാനായി പോലീസ് കോടതിയിൽ അറിയിക്കും. ഇരുവരും വിവാഹിതരായെന്ന് തെളിയിക്കുന്ന രേഖകളാണ് വ്യാജമായി തയ്യാറാക്കിയത്. ഇന്നത്തെ കാലത്ത് ഇതെല്ലാം ഉണ്ടാക്കാൻ ഒരു കൊച്ചുകുട്ടിയെ കൊണ്ട് പോലും സാധിക്കും. മാത്രമല്ല, ഇതിനായി ആശുപത്രികളിൽ സമീപിക്കുമ്പോൾ ഏതെങ്കിലും രീതിയിൽ ഒരു പ്രശ്നം ഉണ്ടാവരുത് എന്ന് കൂടി കരുതിയാവണം അത്തരത്തിലൊരു നീക്കം നടത്താൻ സുഗാന്ത് തീരുമാനിച്ചതും. ഇതിനായി ഉപയോഗിച്ച വ്യാജ കല്യാണ ക്ഷണക്കത്ത് ഉൾപ്പെടെ പോലീസ് കണ്ടെടുത്തു. കഴിഞ്ഞ ജൂലൈയിൽ തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിലാണ് അബോർഷൻ നടത്തിയതെന്ന് തെളിയിക്കുന്ന ചികിത്സാ രേഖകളും ലഭിച്ചു. അത് കഴിഞ്ഞ് തന്നെ കാണാൻ വന്ന വീട്ടുകാരുടെ മുൻപിലും എല്ലാം ഒന്നും നടന്നിട്ടില്ലെന്ന പോലെ തന്നെ യുവതി അഭിനയിച്ചു. യുവതിയുടെ കുടുംബമാണ് ഈ രേഖകൾ പോലീസിന് നൽകിയത്. ഇതോടെയാണ് അന്വേഷണം പുതിയ തലത്തിലെത്തിയത്. സുഗാന്തിനെതിരെ പോലീസ് ബലാത്സംഗ കുറ്റം ചുമത്തിയിട്ടുണ്ട്. ഉദ്യോഗസ്ഥയുടെ കുടുംബവും ഈ ഗർഭചിത്രത്തിന്റെ അടക്കമുള്ള തെളിവുകൾ ശേഖരിച്ച് കോടതിയിൽ നൽകാനാണ് പോലീസ് തീരുമാനം. ഉദ്യോഗസ്ഥയുടെ മരണത്തിൽ ഇന്നലെയാണ് സുഗാന്തിനെ പ്രതി ചേർത്തത്. ബലാത്സംഗം, തട്ടിക്കൊണ്ടുപോകൽ വകുപ്പുകളും ചുമത്തി. നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലെ ഉദ്യോഗസ്ഥനായ സുഗാന്ത് നിലവിൽ ഒളിവിലാണ്. സുഗാന്തിനെതിരെയുള്ള തെളിവുകളും വെല്ലുവിളിയാണ്. നഗരത്തിലെ സ്വകാര്യ ആശുപത്രിയിൽ കൂട്ടുകാരിയോടൊപ്പം എത്തി ഈ ഗർഭചിത്രം നടത്തിയതിന്റെ രേഖകൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട്. സുഗാന്താണ് ഉത്തരവാദി എന്നതിന് തെളിവ് ലഭിച്ചിട്ടില്ല. ഭ്രൂണം നശിപ്പിക്കപ്പെട്ടതിനാൽ DNA ടെസ്റ്റും അസാധ്യം. ഉദ്യോഗസ്ഥയുടെ മരണമൊഴിയുമില്ല. നിരന്തരം ഫോൺ ചെയ്തതും ഒന്നിച്ച് സംസാരിച്ചതും ഒന്നിച്ച് താമസിച്ചതും സംബന്ധിച്ച തെളിവുകളാണ് പിടിവള്ളിയാവുന്നത്. അതെല്ലാം പോലീസ് കണ്ടെത്തണം. ഉദ്യോഗസ്ഥയുടെ ട്രെയിൻ തട്ടി തകർന്ന ഫോൺ പരിശോധിച്ച് വിവരശേഖരണം നടത്താനുള്ള ശ്രമത്തിലാണ് ഫോറൻസിക് സംഘം. പണം കൈമാറ്റം ചെയ്തതിന് രേഖയുള്ളതിനാൽ ബന്ധം ദൃഢമായിരുന്നു എന്ന് തെളിയിക്കാനാവും. ഇരുവരും പരിശീലന വേളയിൽ ജോധ്പൂരിൽ ഒരുമിച്ച് യാത്ര ചെയ്തതും താമസിച്ചതുമായ രേഖകളും കണ്ടെത്തേണ്ടതുണ്ട്. ഹൈക്കോടതിയിൽ നൽകിയിരുന്ന ജാമ്യാപേക്ഷയിലും കടുത്ത വിമർശനമാണ് കോടതി നടത്തിയത്. തനിക്ക് മരണത്തിൽ യാതൊരു ഉത്തരവാദിത്വമില്ലെന്ന് കോടതിയിൽ സുഗാന്ത് ബോധിപ്പിച്ചപ്പോൾ ഒപ്പം താമസിച്ചിരുന്ന ഇന്റലിജൻസ് ബ്യൂറോ ഉദ്യോഗസ്ഥ എന്തിനാണ് ആത്മഹത്യ ചെയ്തതെന്ന് സഹപ്രവർത്തകനായ സുഗാന്തിനോട് ഹൈക്കോടതി തിരിച്ചു ചോദിച്ചു. യുവതിക്കൊപ്പമാണ് താമസിച്ചിരുന്നതെന്ന് സുഗാന്ത് പറയുന്നു. ആ യുവതി ആത്മഹത്യ ചെയ്തുവെങ്കിൽ അതിൽ സുഗാന്തിന് ഉത്തരവാദിത്തമില്ലേ എന്നും കോടതി ആരാഞ്ഞു. IB ഉദ്യോഗസ്ഥൻ കൂടിയായ സുഗാന്തിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുകയായിരുന്നു ജസ്റ്റിസ് PV കുഞ്ഞികൃഷ്ണൻ. മറുപടി സമർപ്പിക്കാൻ പോലീസിന് നിർദ്ദേശം നൽകി കേസ് പിന്നീട് പരിഗണിക്കാൻ മാറ്റുകയും ചെയ്തു. കൂടെ താമസിച്ചിരുന്ന യുവതി എന്തിനാണ് ആത്മഹത്യ ചെയ്തത് എന്നാണ് താങ്കൾക്ക് തോന്നുന്നതെന്നും കോടതി ചോദിച്ചു. വീട്ടുകാരുടെ സമ്മർദ്ദത്തെ തുടർന്നാണെന്നായിരുന്നു ഹർജിക്കാരുടെ വാദം. എന്നാൽ യുവതി താമസിച്ചിരുന്നത് സുഗാന്തിനൊപ്പമായിരുന്നു.
അവർ എന്തിന് ആത്മഹത്യ ചെയ്തു? അത് നിങ്ങളുടെ പിഴവല്ലേ? അവർ നിങ്ങളുടെ കൂടെയല്ലേ താമസിച്ചിരുന്നത്? അപ്പോൾ നിങ്ങൾക്ക് ഉത്തരവാദിത്തമില്ലേ എന്നും കോടതി ആരാഞ്ഞു. ഇക്കാര്യത്തിൽ ആദ്യം മറുപടി പറയേണ്ടതും സുഗാന്താണെന്നും കോടതി വാക്കാൽ അഭിപ്രായപ്പെട്ടു. അറസ്റ്റ് തടയുന്നതടക്കമുള്ള കാര്യങ്ങളിൽ ഇടക്കാല ഉത്തരവ് ഇടുന്നില്ലെന്നും കോടതി വ്യക്തമാക്കി. 3.25 ലക്ഷത്തോളം രൂപയാണ് IB ഉദ്യോഗസ്ഥയുടെ ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് സുഗാന്തിന്റെ അക്കൗണ്ടിലേക്ക് പലതവണയായി മാറ്റിയത്. ഇതേ ചൊല്ലി ഇരുവരും തർക്കമായി. ഇതും നിരാശയുമാണ് IB ഉദ്യോഗസ്ഥ ജീവനൊടുക്കുന്നതിന് കാരണമായതെന്നാണ് പോലീസ് വിലയിരുത്തൽ. IB ഉദ്യോഗസ്ഥയുടെ ബാഗിൽ നിന്നാണ് വ്യാജമായി സുഗാന്ത് തയ്യാറാക്കിയ വിവാഹ ക്ഷണക്കത്ത് പോലീസിന് ലഭിച്ചത്. IB ഉദ്യോഗസ്ഥ ട്രെയിൻ തട്ടി മരിച്ചതിൽ യുവതിയുടെ വീട്ടുകാരെ കുറ്റപ്പെടുത്തിയായിരുന്നു സുഗാന്ത് ജാമ്യ ഹർജി നൽകിയത്. തങ്ങൾ വിവാഹം കഴിച്ച് ഒരുമിച്ച് ജീവിക്കാൻ ആഗ്രഹിച്ചിരുന്നെന്നും വീട്ടുകാർ വിവാഹത്തെക്കുറിച്ച് സംസാരിക്കുകയും ചെയ്തെന്നും ഹർജിയിലുണ്ട്. വീട്ടുകാരുടെ നിലപാടിൽ യുവതി നിരാശയായിരുന്നുവെന്നും സുഗാന്ത് ഹർജിയിൽ പറയുന്നു. ബന്ധം തുടരാൻ തീരുമാനിച്ച് തങ്ങൾ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിനടുത്ത് വീടെടുത്ത് ഒരുമിച്ച് ജീവിക്കാൻ തുടങ്ങി. യുവതി ഏതെങ്കിലും വിധത്തിൽ ആത്മഹത്യ ചെയ്തതാണെങ്കിൽ അതിന്റെ കാരണം മാതാപിതാക്കളുടെ സമ്മർദ്ദവും വിഷമവുമാണെന്ന് സുഗാന്ത് ആരോപിക്കുന്നു. വീട്ടുകാർ കല്യാണത്തെക്കുറിച്ച് സംസാരിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ ജ്യോത്സ്യനുമായി അഭിപ്രായം തേടിയ യുവതിയുടെ വീട്ടുകാർ സുഗാന്തുമായുള്ള ബന്ധം തുടരുന്നതിനെ രൂക്ഷമായി എതിർത്തിരുന്നുവെന്നും സുഗാന്ത് പറഞ്ഞിരിക്കുന്നത്. വൈകാരികമായും മാനസികമായും ഏറെ അടുപ്പത്തിലായിരുന്നു തങ്ങളെന്നാണ് സുഗാന്ത് അവകാശപ്പെടുന്നത്. എന്നാൽ ഗർഭചിത്രം അടക്കമുള്ള കാര്യങ്ങളിൽ സുഗാന്ത് കോടതിയിൽ വിശദീകരണം നൽകിയിട്ടില്ല. തിരുവനന്തപുരം പേട്ട പോലീസാണ് സുഗാന്തിനെതിരെ കേസെടുത്തത്. മാർച്ച് 24-ലാണ് പേട്ട റെയിൽവേ മേൽപ്പാലത്തിന് സമീപം IB ഉദ്യോഗസ്ഥയെ തീവണ്ടി തട്ടി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. സഹപ്രവർത്തകനായ മലപ്പുറം സ്വദേശി സുഗാന്തുമായുള്ള ബന്ധത്തിലുണ്ടായ തകർച്ചയാണ് മകൾ ആത്മഹത്യ ചെയ്യാൻ കാരണമെന്നാണ് കുടുംബത്തിന്റെ പരാതി. സുഗാന്തിന് വേണ്ടിയുള്ള അന്വേഷണത്തിലാണ് IBയും പോലീസും. ഇതുവരെയായിട്ടും കണ്ടുപിടിക്കാൻ സാധിക്കാത്തതിലും ദുരൂഹത വർദ്ധിക്കുകയാണ്. അതേസമയം സുഗാന്തിന്റെ വളർത്തുമൃഗങ്ങളെ ഇനി പഞ്ചായത്ത് സംരക്ഷിക്കും. മരണവാർത്ത വന്നതോടെ തന്നെ സുഗാന്ത് രക്ഷപ്പെടാനുള്ള തിടുക്കത്തിലായിരുന്നു. അന്വേഷണം സുഗാന്തിലേക്ക് എത്തിയതോടെ പട്ടാമ്പി റോഡിൽ ശുഗപുരം പെട്രോൾ പമ്പിന് എതിർവശത്തുള്ള വീട് പൂട്ടി മാതാപിതാക്കളും അപ്രത്യക്ഷരായി. വീട്ടുകാരെല്ലാം രക്ഷപ്പെട്ടതോടെ വെള്ളവും ഭക്ഷണവും കിട്ടാതെ പട്ടിണിയിലായത് പശുക്കളും നായയും അടങ്ങിയ വളർത്തുമൃഗങ്ങളാണ്. 6 പശുക്കൾ, 3 പശുക്കിടാങ്ങൾ, 1 നായ, കോഴികൾ എന്നിവയാണ് സുഗാന്തിന്റെ വീട്ടിലുള്ളത്. വെള്ളം പോലും കിട്ടാതെ ദുരിതത്തിലായ മൃഗങ്ങളുടെ കരച്ചിൽ കേട്ട് അയൽവാസികൾ പഞ്ചായത്ത് അധികൃതരെ വിവരം അറിയിച്ചു. തുടർന്ന് വാർഡ് അംഗം ES സുകുമാരനും മൃഗങ്ങളുടെ സംരക്ഷണത്തിനായി രംഗത്തെത്തി. ഗേറ്റ് ഉൾപ്പെടെ പൂട്ടിക്കിടക്കുകയായിരുന്നതിനാൽ നേർവഴി വീട്ടിലേക്ക് കടക്കാനായില്ല. പിന്നീട് പറമ്പിന്റെ പിന്നിൽ കൂടി അകത്ത് കടന്നാണ് ഇവയ്ക്ക് ഭക്ഷണവും വെള്ളവും എത്തിച്ചു നൽകിയത്. വൈദ്യുതി ബില്ല് അടയ്ക്കാത്തതിനാൽ ഇവരുടെ വീട്ടിലേക്കുള്ള വൈദ്യുതി കണക്ഷനും അധികൃതർ കഴിഞ്ഞ ദിവസം വിച്ഛേദിച്ചിരുന്നു. ഇതിനാൽ വളർത്തുമൃഗങ്ങൾക്ക് ശുദ്ധജലം എത്തിക്കാനും പറ്റാത്ത സ്ഥിതിയാണ്. സുഗാന്തിന്റെ അമ്മയുടെ സഹോദരിയുടെ വീടടക്കം പോലീസ് നിരീക്ഷണത്തിലാണ്. അവിടെയും അന്വേഷിച്ചെങ്കിലും യാതൊരു വിവരവും ഈ കുടുംബത്തെക്കുറിച്ച് അറിയില്ല. കൊച്ചിയിൽ പോകാൻ സാധ്യതയുള്ള സുഹൃത്തുക്കളുടെ വീട്ടിലടക്കം അന്വേഷണം നടത്തിയെങ്കിലും യാതൊരു വിവരവുമില്ല. ഇനിയിപ്പോൾ കോടതിയടക്കം ജാമ്യാപേക്ഷ തള്ളിയതോടെ സ്വയം കീഴടങ്ങാനുള്ള സാധ്യതയും ഉണ്ട്.